ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 171 സെഷനാണല്ലോ ഇത്. ആറാം സദനത്തെ കുറിച്ചുള്ള 11ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11 അധ്യായങ്ങള് ആറാം സദനത്തെ കുറിച്ച് മദ്രസ്യ ഉപയോഗിക്കുന്നുണ്ട് വിവരിക്കുവാനായിട്ട്. അതിന്റെ 3ാമത്തെ അധ്യായത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു വരികയാണ്. 1ാമത്തെ ഖണ്ഡിക. 3ാം അധ്യായത്തിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ. ഇത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിവരണമാണ്. പലപ്പോഴും നമുക്ക് അനുഭവമുള്ളതാണ്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യം പങ്കുവെക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം, അരുളപ്പാടുകൾ, ദൈവത്തിന്റെ സ്വരം, സന്ദേശങ്ങൾ, അതിനെങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ തന്നെ എങ്ങനെ ആശ്വാസം എടുക്കണം, വ്യക്തത എടുക്കണം, മറ്റുള്ളവരെ എങ്ങനെ നയിക്കണം, ഇതേക്കുറിച്ച് അമൃതയോട് വിശദീകരിക്കുകയാണ്. ദൈവം ആത്മാവിന് ഉത്തേജനം നൽകുന്ന വേറൊരു മാർഗമുണ്ട്. അത് മുൻപ് വിവരിച്ചവയിലും മേൽത്തരമാണെങ്കിലും മറ്റൊരു വിധത്തിൽ കൂടുതൽ ആവൽക്കരമായേക്കാവുന്നതാണ്. കഴിഞ്ഞ അധ്യായത്തില് ആന്തരികമായ ആനന്ദ അനുഭൂതി, പെട്ടെന്ന് കിട്ടുന്ന പ്രചോദനം, മുറിവ്, തീപ്പൊരിയൊക്കെ വെച്ച് പറഞ്ഞ അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ വ്യത്യസ്തമായിട്ട്, അല്ലെ അതിനൊപ്പം തന്നെയോ ദൈവ ആത്മാവിന്റെ പ്രചോദനം ഒത്തിരി നൽകാൻ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ദൈവം സംസാരിക്കുന്നു, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു. അത് ഒത്തിരി ഇത് മേൽത്തരമാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്നു, ദൈവത്തിന്റെ സംസാരം നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. അതേസമയം ഇവിടെ കൂടെ അപകട സാധ്യതയുണ്ട്. തന്നിമിത്തം അതിന്റെ വിശദീകരണത്തിന് അല്പം കൂടെ സമയമെടുക്കാം. ദൈവം ആത്മാവിന് നൽകുന്ന അരുളപ്പാടുകളെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. ലൊക്യൂഷൻസ് അവ പലതരത്തിലുണ്ട്. ചില അരുളപ്പാടുകൾ പുറമേ നിന്ന് വരുന്നതായിട്ട് തോന്നും. മറ്റു ചിലത് വരുന്നത് ആത്മാവിന്റെ അഗാധത്തിൽ നിന്നായിരിക്കും. വേറെ ചിലത് അതിന്റെ ഉപരിതലത്തിൽ നിന്നും വരാം. ഇവയ്ക്ക് പുറമെ പ്രത്യക്ഷത്തിൽ ആര് പറയുന്ന പോലെ ചെവി കൊണ്ട് വ്യക്തമായി കേൾക്കാവുന്നവയുമുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളുണ്ട് എന്ന് പറയുകയാണ്. ദൂരെ നിന്ന് വരുന്ന പോലെ തോന്നാം, നമ്മുടെ ഉള്ളിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന പോലെ തോന്നാം, ആത്മാവിന്റെ ഉപരിതലത്തിൽ നിന്ന് വരുന്ന പോലെ തോന്നാം, വേറെ പറയുന്ന പോലെ കേൾക്കുന്നതായിട്ടും തോന്നാം. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ, മിക്കപ്പോഴും തന്നെ ഇവ വെറും തോന്നലായിരിക്കാം. വിശിഷ്യ ഭാവനയ്ക്ക് ലഘുത്വമോ വിഷാദമോ പിടിപെട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ. ഭാവനയ്ക്ക് ലഘുത്വം, ഭാവന ഇങ്ങനെ ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം കാട് കയറി പോകുന്ന ഭാവനയുള്ള വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ വിഷാദം പിടിപെട്ട ആൾക്കാരുണ്ട്. വിഷാദത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണെങ്കിൽ ഗണ്യമായ വിഷാദത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ 2 തരക്കാരെ കുറിച്ച് എന്ന് വെച്ചാൽ ഭാവനയ്ക്ക് ലഘുത്വമുണ്ടായ വ്യക്തികൾ, അല്ലെങ്കിൽ വിഷാദത്തിന് ഗൗരവമായ രീതിയിൽ അടിപ്പെട്ട വ്യക്തികൾ. ഈ 2 പേരെ കുറിച്ച് ആദ്യം പറഞ്ഞ് മാറ്റിവെച്ചിട്ടാണ് ആദ്യം പറഞ്ഞ 4 മറ്റ് തരത്തിലുള്ള അരുളപ്പാടുകൾ വിശദീകരിക്കാനായിട്ട് വരുന്നത്. 2ാമത്തെ ഖണ്ഡിക. ഇപ്പറഞ്ഞ 2 തരക്കാരെ പറ്റി ഒന്നും ഗൗനിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും അത് എന്തൊക്കെ 2 തരക്കാര്? ഒന്ന്, ഭാവന ഇങ്ങനെ ഒരു വക ഇളകി പോയ വ്യക്തികള്, ഇതെല്ലാം ഭാവനയിൽ ഇങ്ങനെ തോന്നുന്നു, കാണുന്നു, അങ്ങനെ കേൾക്കുന്നു, അങ്ങനെ വരുന്നു. മറ്റൊന്ന് വിഷാദത്തിന് അടിപ്പെട്ട വ്യക്തികളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഒന്നും ഗൗനിക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അവർ ദർശനങ്ങൾ കാണുന്നെന്നോ അരുളപ്പാടുകൾ കേൾക്കുന്നെന്നോ രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നെന്നോ പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട. അതെല്ലാം പിശാചിന്റെ വേലയാണെന്ന് പറഞ്ഞവരെ ആകുലപ്പെടുത്തുകയും വരുത്. ഇവിടെ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറയുകയാണ്. ഒന്ന്, അവരെ ശ്രദ്ധിക്കേണ്ട, പറയുന്നല്ലാതെ ഇവിടെ എടുക്കരുത്. അതേസമയം പിശാച് തട്ടിപ്പാന്ന് പറഞ്ഞാൽ അവരെ ആകുലപ്പെടുത്തുകയും ചെയ്യരുത്. രോഗികളുടെ പെറുപെറുപ്പ് പോലെ അത് കരുതിയാൽ മതി. അവ കേൾക്കുമ്പോൾ മഠ അധിപ അഥവാ കുമ്പസാരക്കാരൻ അവരോട് പറയണം, അതൊന്നും അത്ര കാര്യമായി കരുതേണ്ടതില്ലെന്നും ദൈവശുശ്രൂഷയുടെ കാതലായ അംശം അതല്ലെന്നും പിശാച് പലരെയും അങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടെന്നും അവിടെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് അത്ര തർപ്പിച്ച് പറയുകയും ചെയ്യരുത്. വിവേകം മനസ്സിലായോ? ഇതൊക്കെ സാധ്യതകളാണ്, കാര്യമായിട്ട് എടുക്കണ്ട. പിശാചിന്റെ കെണി ഉണ്ടാവാം, പക്ഷെ നിങ്ങളുടെ അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. അവരെ ആകുലപ്പെടുത്താതെ അവരുടെ മനോഭാവത്തോട് കുറേയൊക്കെ അനുഭവം പ്രകടിപ്പിക്കുകയും വേണം. അവർ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപ്പറ്റി പരിഗണിക്കണം, മനസ്സിലാക്കാൻ തുറന്ന് എടുക്കണം, ആകുലപ്പെടുത്തരുത്. അവരുടെ അനുഭവങ്ങളുടെ എല്ലാം നിദാനം വിഷാദമാണെന്ന് അവിടെ പറഞ്ഞാൽ ഫലമൊന്നുമില്ല. നിങ്ങളുടെ വിഷാദം കൊണ്ടാണ്, നിങ്ങളുടെ മാനസിക അസ്വസ്ഥത കൊണ്ടാണ്, ഡിപ്രഷൻ കൊണ്ടാണ്, അങ്ങനെ പറഞ്ഞ് തർപ്പിച്ച് പറയാൻ പോകരുത്. തങ്ങൾ അങ്ങനെ കണ്ടെന്നും ഇങ്ങനെ കേട്ടെന്നും ആണയിട്ട് പോലും അവർ സമർത്ഥിക്കും. അത്രയ്ക്ക് ഉറപ്പുണ്ട് അവർക്ക്.
അതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, കേൾക്കുക, അനുഭവത്തോടെ പരിഗണിക്കുക, അതേസമയം വലിയ ഗൗരവം കൊടുക്കണ്ട എന്ന് പറഞ്ഞവരെ നയിക്കുക. അങ്ങനെയൊക്കെ ഒരു നയപരമായി ഉചിതമായ രീതിയിൽ അവരെ നയിക്കാൻ സാധിക്കണം. മഠത്തിന്റെ അധിപയാണെങ്കിലും കുമ്പസാരക്കാരനാണെങ്കിലും അത് ഉപദേശമാണത്. മൂന്നാമത്തെ ഖണ്ഡിക. പിന്നെ അവരെയൊക്കെ അവർ ചെയ്യുന്ന വേറെ കാര്യം, പ്രാർത്ഥനയ്ക്കുള്ള സമയം ഇവർക്ക് കുറെ ഇളവ് ചെയ്ത് കൊടുക്കാൻ നന്നായിരിക്കും. ഒരുപാട് സമയം പ്രാർത്ഥനയിൽ വ്യാപരിക്കണമെന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതുപോലെ അവർ വിഷമിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ട് അവരിട വരാതിരിക്കുക നല്ലത്. ഇവരുടെ അനുഭൂതികളെ കഴിയുന്നത്ര അവഗണിക്കുകയും വേണം. എന്തെന്നാൽ ഇപ്രകാരം ദുർബലരായ ആളുകളെ കൊണ്ട് പിശാച് വളരെ മുതലെടുക്കാറുണ്ട്. അവർക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നിമിത്തം വളരെ ഹാനി ഉണ്ടാകാം, അവർക്കോ മറ്റുള്ളവർക്കോ. ഇവര് കേൾക്കുന്നത് ചിന്തിക്കുന്നതെല്ലാം വെച്ചുകൊണ്ട് അവരിറങ്ങിപ്പോയി പ്രവർത്തിച്ച് ചിലപ്പോൾ അപകടം വരാം. ഇവര് പറയുന്നതെല്ലാം അതേപടി കേട്ടുകൊണ്ട് ഒപ്പം നിൽക്കാൻ കൂടെ ആൾക്കാർ കൂടാൻ വന്നാൽ അത് കുഴപ്പമുണ്ടാകാം. രണ്ടിനും ഇതിന് ഹാനി ഉണ്ടാകാം, പക്ഷെ അതിന് മുതലെടുത്ത് വരാം. അവരുടെ ചിത്തവൃത്തി യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമാകുന്ന വരെയും ബലഹീനർ മാത്രമല്ല ബലിഷ്ഠർ കൂടെയും ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് വളരെ കരുതലുള്ളവരായിരിക്കണം. അവരുടെ ഈ ചിന്ത, ഈ പറച്ചില്, അതിൻ്റെ അടിയിലുള്ള സംഭവം എന്താണെന്നുള്ളത് വളരെ ജാഗ്രതയോടെ സൂക്ഷ്മ നിരീക്ഷിച്ച് വിവേചിച്ച് സമയം കൊണ്ട് മാത്രമാണ് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യക്തത ആകുന്നിടം വരെയും ഈ ബലഹീനത ഉള്ളവർ മാത്രമല്ല, അവരെ കൈകാര്യം ചെയ്യുന്ന ചുറ്റുമുള്ള ബലമുള്ള ആൾക്കാർ നല്ല ജാഗ്രത എടുക്കണം. ആരംഭത്തിൽ തന്നെ അവയെ നിരോധിക്കുന്നതായിരിക്കും ഉത്തമമെന്നത്ര എൻ്റെ അഭിപ്രായം. പറ്റുന്നുണ്ട് ആ പറച്ചിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി കളഞ്ഞേക്കുക, പറ്റുന്നുണ്ട് ആരംഭത്തിൽ തന്നെ, അതാണ് നല്ലത് എന്നെൻ്റെ അഭിപ്രായം. അവ ദൈവത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അവയുടെ ഉത്കർഷത്തിന് സഹായകരമായിരിക്കും. യഥാർത്ഥത്തിൽ ദൈവമാണ് ചിന്തകൾ തരുന്നത്, സ്വരം കേൾപ്പിക്കുന്നത് എങ്കിൽ അതിനെ എത്ര നിരോധിച്ചാലും അത് കുറെ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വ്യക്തമായ രീതിയിൽ വീണ്ടും വെളിപ്പെടും. ദൈവത്തിന്റെ ഭക്തി വെളിപ്പെടുത്തലും. അതുകൊണ്ട് അല്പം ഒരു നിഷേധാത്മക മനോഭാവം തന്നെ, ഒരു പ്രോത്സാഹജനകമായ മനോഭാവത്തെക്കാൾ കൂടുതൽ ഇപ്പൊ അവഗണന എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന്റെ പദ്ധതികളാണെങ്കിൽ അത് വെളിപ്പെട്ട് വന്നോളും, നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇത് നമുക്കറിയാം, സഭ പലപ്പോഴും ചില വ്യക്തികളുടെയുള്ള നിവേശനങ്ങള്, വെളിപാടുകളൊക്കെ കേൾക്കുമ്പോൾ സഭ ഒരിക്കലും എടുത്തിയാടി അത് ശരിയാണ് എന്ന് അംഗീകരിച്ചിട്ട് ഒപ്പം നിൽക്കുകയല്ല. അത് മാറി നിൽക്കും, നിരീക്ഷിക്കും. വർഷങ്ങളോളം ചിലപ്പോൾ പരിഗണിക്കാതെ നടക്കും, പരിഗണിക്കാതെ സഭ മാറി നിൽക്കും. അത് വഴിയായിട്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതാണെങ്കിൽ സമയത്തിന്റെ ടെസ്റ്റ് എന്ന് പറയും, ടെസ്റ്റ് ഓഫ് ടൈം, കാലം കൊണ്ട് തെളിയിക്കപ്പെടണം. യഥാർത്ഥമായ ദൈവിക ഇടപെടലാണ് ഒരു വ്യക്തിയിലൂടെ ഇങ്ങനെ വരുന്നതെങ്കിൽ അത് എതിർപ്പുകളോ അവഗണനകളോ നിരുത്സാഹപ്പെടുത്തലുകളോ നിന്ദനങ്ങളോ പുച്ഛങ്ങളോ പരിഹാസങ്ങളോ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് അധികാരിയുടെ ഭാഗത്തൊക്കെ വന്നാലും അതില്ലെന്നാവുകയാണ്. അവർ എളുപ്പപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കും. പിന്നെ അതിൻ്റെ സ്വരം വന്നുകൊണ്ടിരിക്കും, അവരതിന് പറയുന്നത് നീങ്ങിക്കൊണ്ടിരിക്കും, സമയം ചേർന്ന് പോവുകയും ചെയ്യും. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ. ഫൗസ്റ്റീനെയൊക്കെ നമുക്കറിയാമല്ലോ, കരുണയുടെ വെളിപാട് കിട്ടും എന്തുമാത്രം എതിർപ്പുകളോ സംശയങ്ങളോ ആരോപണങ്ങളൊക്കെ വന്നു. അവരെല്ലാം ഇടയിലൂടെ, പക്ഷെ അവളുടെ പങ്കുവയ്ക്കപ്പെട്ട കാര്യങ്ങൾ അവൾ തള്ളി പറഞ്ഞില്ല, അതിന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരുന്നു. പിന്നീട് അവൾ മരിച്ചു കഴിഞ്ഞ് 20 വർഷക്കാലത്തേക്ക് കരുണയുടെ വെളിപാടുകളെല്ലാം സഭ നിരോധിക്കുക പോലും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തു വരികയാണ്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ആണെങ്കിൽ അതിനെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഭാരപ്പെടണ്ട. അതുകൊണ്ട് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം ഒത്തിരി പ്രോത്സാഹനവും അംഗീകാരവും പബ്ലിസിറ്റി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അല്പം അതിനെ അവഗണിക്കുക, പരിഗണിക്കാതിരിക്കുക, അല്പം ഒരു നിരോധനം പോലും പറയുക. അതൊക്കെയാണ് പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുള്ള മാർഗം എന്ന് നവദ്രസ്യം പറയുകയാണ്. മാത്രമല്ല, ഗുരുതരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നത് തന്നെ അവയുടെ വർധനവിന് നിദാനമാണ്. ഗുരുതരമായ പരീക്ഷണം, അതിലൂടെയാണ് അതിൻ്റെ യഥാർത്ഥ തനിമ വെളിപ്പെടാൻ പോകുന്നത്. ഇതാണ് പരമാർത്ഥം. എങ്കിലും ഒരാത്മാവിനെ അധികം ഞെരുക്കുന്നതും ആകുലപ്പെടുത്തുന്നതും നന്നല്ല. അങ്ങനെ ഒരു മറുവശമുണ്ട്. ഒത്തിരി ആത്മാവിനെ അങ്ങോട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അവഗണിച്ച് നിരുത്സാഹപ്പെടുത്തി വിലക്കി അങ്ങ് കൊണ്ടുപോയി ആത്മാവ് അങ്ങ് തകർന്നു പോകേണ്ട വരരുത്. അവൾ തികച്ചും നിസ്സഹായാണല്ലോ. കാരണം അവളുടെ ദൈവം പ്രവർത്തിക്കുന്നത് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആത്മാവിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതിനെ തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കുന്നില്ല. വീണ്ടും ദൈവത്തിന്റെ പ്രേരണ കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ പിഞ്ചെല്ലാം പറ്റുമോ ഇല്ലെന്ന് സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല കലക്കങ്ങളും നിസ്സഹായതയുണ്ട് ആത്മാവിന്. അതുകൊണ്ട് അവൾ ഒരുപാട് അങ്ങ് നിസ്സഹായപ്പെട്ട് അകലപ്പെട്ട് പോകാനിട കൊടുത്തേക്കരുത്. അവിടെ പൗസ്റ്റീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, പൗസ്റ്റീനെ അധികാരികളും സഭാ അംഗങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ പുച്ഛിച്ച് നിന്ദിച്ചും ഒക്കെ പെരുമാറിക്കൊണ്ട് പോകുന്നിടത്തും
കൂടെയുള്ള സഹോദരന്മാർ, നല്ല ഉത്തരവാദിത്തമുള്ള സഹോദരന്മാർ, കൂടെയുള്ള മഠത്തിലെ അംഗങ്ങൾ തന്നെ പറയും, നിനക്ക് തോന്നുന്നൊക്കെ വെറുതെ പിശാച് തട്ടിപ്പാണ്, ഇങ്ങനെയുള്ളൊരു വ്യക്തിയോട് ദൈവം സംസാരിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ആക്ഷേപങ്ങൾ പൗഷ്യനെ കേൾക്കാൻ ഇടവന്നുവെന്ന് ഡയറിയിലെ പൗഷ്യനെ എഴുതുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ തമ്പുരാൻ അവളെ മനസ്സിലാക്കിക്കൊണ്ട് നയിക്കാൻ പറ്റുന്ന ഒരു വൈദികനെ പയ്യെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സപ്പോച്ചൻ. അദ്ദേഹം വഴിയായിട്ട് വ്യക്തത കിട്ടുന്നുണ്ട്. പക്ഷെ അത് പടിപടിയായിട്ടാണ് വരുന്നത്. എനിക്ക് മറ്റു പല അച്ഛന്മാരെ കുമ്പസാരക്കൂട്ടിലിരുന്നുകൊണ്ട് വളരെ എതിർത്തും പുച്ഛിച്ചുമൊക്കെ സംസാരിച്ച അവസരങ്ങളുമുണ്ട്. അമ്മത്രേസ്യയിലൂടെയും ഈ നവീകരണത്തിന്റെ, കർമ്മസഭ നവീകരണത്തിന്റെ ചിന്തകളും ആശയങ്ങളും എല്ലാം കിട്ടി ദൈവം സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ എന്തുമാത്രം എതിർപ്പുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം അമ്മത്രേസ്യ കിട്ടിയത്. കുമ്പസാരക്കാർ വഴിയായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായി, ഒരുപാട് വിമർശനങ്ങളും അല്ലെ വഴി തെറ്റിപ്പിക്കുന്ന പോലെ ഉപദേശങ്ങളൊക്കെ പോലും വരികയുണ്ടായി. പക്ഷെ അതിന്റെ എല്ലാ ഇടയിലും അവസാനം വരുമ്പോൾ കുരിശന്റെ യോഹന്നാന്റെ ഒക്കെ ശക്തമായ സാന്നിധ്യ ഉപദേശം കിട്ടി. അപ്പം വർഷങ്ങളിലൂടെയാണ് ഒരു വെളിപാടിന്റെ യാഥാർത്ഥ്യ സത്യാവസ്ഥ തെളിഞ്ഞു വരേണ്ടത് എന്നൊരു വർഷം ഇവിടെ ഉണ്ട്. നമ്മുടെ സഭയിൽ നിരന്തരം കാണുന്നൊരു കാര്യമാണ്. അടുത്തോട്ട് നോക്കുമ്പോൾ അതാണ് അമ്മത്തശ്ശിയുടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം ഖണ്ഡിക. അരുളപ്പാടുകളെ പറ്റി ഞാൻ പറഞ്ഞു വന്നത് തുടരാം. അപ്പൊ രണ്ടു കൂട്ടർ ഇങ്ങനെ ഒരു ഭാവനയ്ക്ക് ഇളക്കം തട്ടിയവരുണ്ട്, വിഷാദത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഒത്തിരി അരുളപ്പാടുകൾ ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞെന്ന് വരാം, കേട്ടെന്ന് വരാം. അത് പൊതുവെ അവഗണിക്കുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അതിനു മുമ്പ് പറഞ്ഞ 4 കൂട്ടരെ 4 അനുഭവത്തെ പറ്റി തിരിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് തുടരാം. മുൻപ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെ അവ വരാം. ഏതാണ് പറഞ്ഞത്? ഒന്നുകിൽ പുറമേ നിന്ന് വരുന്നതായിട്ട് തോന്നും, മറ്റു ചിലത് വരുന്ന ആത്മാവിന്റെ അകത്തുനിന്നായിരിക്കാം, വേറെ ചിലത് അതിന്റെ ഉപരിതലത്തു നിന്നുമായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ആരോ പറയുന്നത് ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും വരാം. ഇങ്ങനെ 3-4 ഇനം മദ്രസ പറഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിധത്തിൽ, മുമ്പ് പറഞ്ഞ വിധത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെ അവ വരാം. പിശാചിലോ സ്വന്തം ഭാവനയിലോ നിന്നും അവ ഉത്ഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ഉത്കൃഷ്ടമാണെന്ന് പറഞ്ഞ മദ്രസ ഇത് അപകടകരവുമാണ്, സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ പറഞ്ഞ 4 തരത്തിലുള്ളത് ഒരേ സമയം സാധ്യതയുണ്ട്. പിശാചിൽ നിന്ന് വരാം, ദൈവത്തിൽ നിന്ന് വരാം. അവിടെ സൂക്ഷിക്കണം. സ്വന്തം ഭാവനയിൽ നിന്ന് വരാം, നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരാം. അവ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ലക്ഷണങ്ങളും അവ അപകടകരമായി തീരാവുന്ന സന്ദർഭങ്ങളും വിവരിക്കുവാൻ കർത്താവിന്റെ സഹായത്തോടെ ഞാൻ പരിശ്രമിക്കാം. ഇവിടെ വീണ്ടും ഡിസൈൻമെന്റിന്റെ മനോഹരമായ പാഠങ്ങൾ അമദ്രസ പറഞ്ഞു വരുന്നത്. ഡിസൈൻമെന്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ, അരുളപ്പാടുകളുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് ചിന്തകളെയും പ്രേരണകളെയും പ്രചോദനങ്ങളെയും ചെല്ലുന്നതിലും മനസ്സിലാക്കുന്നതിലും വളരെ സഹായകരമായ കാര്യങ്ങൾ അമദ്രസയുടെ പറയാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനാശീലമുള്ള അനേകം ആത്മാക്കൾക്ക് അവ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ദൈവിക സ്വരങ്ങളും സന്ദേശങ്ങളും പ്രേരണകളും കിട്ടുന്നത് പ്രാർത്ഥനാശീലമുള്ള അനേകർക്ക് കിട്ടും. അതിനാൽ സഹോദരന്മാരെ, അവ നിങ്ങളെ മാത്രം സംബന്ധിക്കുന്നവയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ നിങ്ങളുടെ കുറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെ ഗുണദോഷിക്കുകയോ ചെയ്യുന്നവയുമാണെങ്കിൽ അവ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു വലിയൊരു പ്രാരംഭമായിട്ട് ജനറലായിട്ടുള്ള തത്വമദ്രസ പറയുകയാണ്. ഈ അരുളപ്പാട് കിട്ടുന്നത് നിങ്ങളെ മാത്രം സംബന്ധിക്കുന്നതാണെങ്കിൽ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം, അല്ല നിങ്ങളുടെ ചില കുറ്റങ്ങളെക്കുറിച്ച് ഗുണദോഷിക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് സ്വരം വരുന്നതെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാം. അത് വെച്ച് നിങ്ങളുടെ സ്വന്തം കാര്യമായി പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അത് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്കത് തെറ്റാണെന്ന് കരുതി അവഗണിക്കാം. അതിനകത്ത് അത് അവഗണിച്ചു പോകുന്നു, വേണ്ട, പരിഗണിക്കുന്നില്ല. ഇതിലേത് നിലപാടെടുത്താലും നിങ്ങളൊരു പാപം ചെയ്യുന്നില്ല എന്നറിയുക. തെറ്റിപ്പോയി എന്ന് നിങ്ങൾ വിചാരിച്ച് അസ്വസ്ഥപ്പെടണ്ട എന്ന് പൊതുവായിട്ട് പറയുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വീണ്ടും പറയുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവ പറയുന്നതോ ആരെന്നോ അവരുടെ സങ്കല്പമാണെന്നോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ആര് പറഞ്ഞത്, എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്, ദൈവമാണോ വിശദമാണോ തോന്നലാണോ വെച്ച് ഭാരപ്പെടണ്ട, വിഷമിക്കേണ്ട. സങ്കല്പമാണെന്നോ വിഷമിക്കേണ്ട. ഒരു സംഗതിയെ നിങ്ങൾ തീർച്ച പറയാം. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനകത്ത് നിങ്ങൾക്കത് അനുവർത്തിക്കാം, അതിനെ പരിഗണിക്കാം, അല്ലെ അവഗണിക്കാം. അതിനകത്ത് തെറ്റില്ല. കാരണം നമുക്ക് ഉറപ്പായ രീതിയിൽ വന്നിരിക്കുന്ന ഒരു വചനോപദേശമല്ല, സഭയുടെ കൽപ്പനയല്ല, അധികാരി പറയുന്ന ഒരു അനുസരണത്തിന്റെ വിഷയമല്ല. നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു തോന്നലാണ്, പ്രേരണയാണ്. അതിനെ പരിഗണിക്കണോ അവഗണിക്കണോ, രണ്ട് ചെയ്താലും തെറ്റില്ല എന്ന് പറയുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ ശ്രദ്ധിക്കാം.
കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.